മുഹമ്മദ് ചെപ്പ്. 11ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസ പരിശീലകയായ എനിക്ക് 4 കുട്ടികളാണ്. 3 പെൺകുട്ടികളും ഇളയത് ഒരു ആൺകുട്ടിയും. രണ്ടാമത്തെ മകൾക്ക് 4 മാസം പ്രായമുള്ളപ്പോൾ മെനഞ്ചൈറ്റിസ് വന്ന് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. എന്റെ ഭർത്താവ് ജോമോൻ ധൈര്യവും ആശ്വാസവും പകർന്ന് കൂടെയുണ്ടായി. മൂത്ത മകൾ 1ാം ക്ലാസ്സിലും രണ്ടാമത്തെ മകൾ 2 വയസ്സ് പ്രായവും ഞാൻ ഇളയ മകനെ 5 മാസം ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവ് ഒരു അപകടത്തിൽ മരണപ്പെട്ട് നിത്യസമ്മാനത്തിന് യാത്രയായി. കുടുംബത്തിന്റെ ഏക ആശ്രയമായ ഭർത്താവ് നഷ്ടപ്പെട്ട് കേവലം ഒരു സാധാരണ വീട്ടമ്മ മാത്രമായി വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഞാൻ തകർന്നുപോയി. ഗർഭിണിയായ ഞാനും എന്റെ കുഞ്ഞു മക്കളും ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്ന ചിന്ത മനസ്സിൽ വന്നു. ഞാൻ അന്ന് അനുഭവിച്ച സങ്കടം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. എനിക്ക് അന്ന് 28 വയസ്സ്. പിന്നെ അങ്ങോട്ട് സഹനങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാ ദൈവമേ മക്കൾ ഒരു നിലയിൽ എത്തുന്നതിന് മുൻപ് അങ്ങ് എനിക്ക് നൽകിയ ജീവിത പങ്കാളിയെ തിരിച്ചെടുത്തത് എന്ന്. അന്ന് രാത്രി ദൈവം എന്റെ അടുത്ത് വന്നു. ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടുണ്ടായില്ല, അതുകൊണ്ട് സ്വപ്നമെന്ന് പറയാൻ കഴിയില്ല. ഞാൻ കിടക്കുകയായിരുന്നു. എന്റെ വലതുവശത്ത് മാതാവും ഈശോയും നിൽക്കുന്നു. അവർ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ട്. അന്ന് എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്റെ കൂടെ എന്റെ അമ്മ ഉണ്ടായിരുന്നു. ഞാൻ അവരെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്റെ സമനില തെറ്റി പറയുകയാണെന്ന് അമ്മ വിചാരിച്ചു. ഞാൻ പിറ്റേ ദിവസം ദൈവത്തോട് ചോദിച്ചു, എന്റെ ഭർത്താവിനെ തിരിച്ചു വിളിച്ചത് എന്തിനാണെന്ന്. അന്ന് ഒരു അശരീരി കേട്ടു, അവൻ എനിക്ക് പ്രിയങ്കരനാകയാൽ ഈ ലോകത്തിന്റെ പാപക്കറകൾ ഏശാതിരിക്കാൻ ഞാൻ അവനെ നേരത്തെ വിളിച്ചു. പിന്നീട് ഒത്തിരി ദർശനങ്ങൾ എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചു. ഭർത്താവ് ഉള്ളപ്പോൾ എനിക്ക് കിട്ടിയ വില ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ കിട്ടാതെയായതിൽ ഞാൻ വേദനിച്ചു. അന്ന് ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ മനുഷ്യർക്ക് ആർക്കും നിന്നെ സ്നേഹിക്കാൻ സാധിക്കില്ല. മനുഷ്യരുടെ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, എന്നാൽ എന്റെ സ്നേഹം അചഞ്ചലമാണ്. അപ്പോൾ എന്റെ വേദന മാറി. ദൈവസാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവത്തിന്റെ സമാധാനം ഞാൻ അനുഭവിച്ചു. ഞാൻ ആത്മാവിൽ ആനന്ദിച്ചു. സഹനങ്ങളിൽ ഞാൻ കൂടുതൽ ശക്തി ആർജിച്ചു. നിരപരാധിയായിട്ടും കുറ്റം വിധിക്കപ്പെട്ട് നിസ്സഹായകമായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് നിരവധി തവണ. ഞാൻ സത്യം മനസ്സിലാക്കി കൊടുത്ത് എന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചു. ആരും വിശ്വസിച്ചില്ല. ഞാൻ പരാജയപ്പെട്ടു. പിന്നീട് എന്നെ വിശ്വസിക്കാത്തവരുടെ മുൻപിൽ ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചില്ല. ഞാൻ മൗനം അവലംബിച്ചു. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ദൈവം ഇടപെട്ട് എന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തി കൊടുത്തു. എനിക്കെതിരെ വരുന്ന സഹനങ്ങളിൽ ദൈവം ആത്മസംയമനം നൽകി അനുഗ്രഹിച്ചു. സഹിക്കേണ്ടി വരുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് മാനസാന്തരം നൽകണമേ എന്ന്. എല്ലാം അറിയുന്ന യേശുനാഥന്റെ കണ്ണുകളിലേക്ക് ഞാനൊന്ന് നോക്കുക മാത്രം ചെയ്യും. എന്റെ നോട്ടത്തിന്റെ പൊരുൾ ഗ്രഹിച്ച് എനിക്ക് പെട്ടെന്ന് ഉത്തരം വരളും. കാലതാമസം വരുത്താറില്ല. ശുദ്ധത എന്ന പുണ്യത്തിന് ഭംഗം വരാതെ ദൈവം സ്വന്തമാക്കി എന്നെ കാത്തു സൂക്ഷിക്കുന്നു. ദൈവത്തോട് ആലോചിക്കാതെ ഒരു ചെറിയ കാര്യം പോലും ഞാൻ ചെയ്യാറില്ല. കുട്ടികളെ ഞാൻ വളർത്തുമ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് എത്രമാത്രം അത് സഹായിക്കും എന്നെനിക്ക് തോന്നി. ഞാൻ ഈശോയ്ക്കും മാതാവിനും ഔസപിതാവിനും അവരെ ഭരമേൽപ്പിച്ചു. അവരാണ് എന്റെ മക്കളെ വളർത്തിയത്. കുടുംബ പ്രാർത്ഥന മുടക്കാതെ എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ചെയ്യുവാൻ പരിശീലിപ്പിച്ചു. ദൈവത്തിന് 1ാം സ്ഥാനം നൽകാൻ അവരെ പഠിപ്പിച്ചു. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇടയനായി. ഒന്നിനും കുറവ് വരാതെ പരിപാലിച്ചു. ഭക്തിയും വിനയവും അനുസരണവും ദൈവസ്നേഹവും പരസ്നേഹവുമുള്ള നല്ല മക്കളാക്കി 3 പേരെ ദൈവം അനുഗ്രഹിച്ചു. എന്റെ സഹനങ്ങളെ രക്ഷകരമാക്കിയ ദൈവമറിയാതെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എന്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒന്നിനെയും ഭയപ്പെടാറില്ല. പാപം ചെയ്യാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചു. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന വചനം എന്നെ സ്പർശിച്ചു. ഏതു കാര്യവും ദൈവത്തിന്റെ ബലത്തിൽ ഞാൻ ചെയ്യും. അപ്പോൾ അത് പെർഫെക്റ്റായി ചെയ്യാൻ ദൈവം സഹായിക്കുന്നു. അധ്വാന ഫലം നൽകി അനുഗ്രഹിച്ചു. ഞാൻ പ്രയോജനമില്ലാത്ത ദാസിയാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന മനോഭാവത്തോടെ സകല മഹത്വവും ദൈവത്തിന് നൽകുവാൻ ദൈവം എന്നെ ഉപകരണമാക്കി. എന്റെ സന്തോഷങ്ങളെക്കാൾ എന്റെ സഹനങ്ങൾ എനിക്ക് വിശുദ്ധീകരണത്തിനും അനുഗ്രഹത്തിനും നിത്യരക്ഷയ്ക്കും കാരണമായി. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ അനുദിനം തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന യേശുനാഥന്റെ വാക്കുകൾ എനിക്ക് ആത്മബലം നൽകുന്നു. ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്.
ദൈവം നൽകുന്നത് മാത്രമേ ശാശ്വതമായുള്ളൂ. എല്ലാം ദൈവദാനം. ദൈവം നൽകിയത് ആരും എന്നിൽ നിന്ന് അപഹരിക്കുകയില്ല. ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ കുലുങ്ങുകയില്ല. കാരണം ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് വിഷമിച്ച് കരഞ്ഞിരുന്ന ഈ ബിന്ദുവിനെ എന്തു വന്നാലും നേരിടാനുള്ള ആത്മധൈര്യത്താൽ ദൃഢപ്പെടുത്തി ഇന്ന് കാണുന്ന ദൈവത്തിന്റെ മകളാക്കി മാറ്റിയ ദൈവത്തിന് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും നന്ദിയും അർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിന്റെയും മാധ്യസ്ഥത്തിനും സഹായത്തിനും നന്ദി പറയുന്നു. എന്നെ നിരന്തരം കാത്തുപരിപാലിക്കുന്ന എന്റെ കാവൽ മാലാഖയ്ക്കും മിഖായേൽ മാലാഖയ്ക്കും ഗബ്രിയേൽ മാലാഖയ്ക്കും റാഫേൽ മാലാഖയ്ക്കും സകല വിശുദ്ധർക്കും നന്ദി.